ഹലോ ഗൈസ്, ജെഫോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നിപ്പോൾ അർജൻറ്റായിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പം കുറേ പേർക്ക് നമ്മളിപ്പം വീഡിയോ അപ്ലോഡ് ആകാത്തൊരു പ്രശ്നമുണ്ട്. അതായത് ഇവിടെ കാണിക്കുന്ന പോലെ അപ്ലോഡ് ഫെയിൽഡ് എന്ന് പറഞ്ഞാണ് ഏത് വീഡിയോ അപ്ലോഡ് ഷോർട്ട് വീഡിയോക്കാണ് കേട്ടോ, ലോങ് വീഡിയോക്കല്ല കൂടുതലായിട്ട് വരുന്നത്. ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം, ആഡ് സൗണ്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് പാട്ടിട്ട് കൊടുക്കും. അതായത് മ്യൂസിക് ഇട്ട് ആഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത് കേട്ടോ. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിൻ്റെ അകത്തുള്ള ആൾക്കാർ കൂടുതലായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പേര് പുറത്തുനിന്ന് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഒരാൾ പറയുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, അവരുടെ എന്തെങ്കിലും ഫോണിൻ്റെ കുഴപ്പമായിരിക്കും നമ്മൾ വിചാരിക്കും. പക്ഷേ അതേപോലെ തന്നെ ഒരുപാട് പേര് ഇതേ സാധനം തന്നെ നമ്മളോടൊന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം അത് നിങ്ങളുടെ ഒരാളുടെ പ്രശ്നമല്ല, അത് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രശ്നമാണ്. ഓക്കെ, ഇപ്പം ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങൾ യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള ഒരുപാട് രീതിയിൽ വരലുണ്ട്. അത് നമ്മൾ വീഡിയോ അപ്ലോഡ് ആകാത്ത പ്രശ്നം, അപ്ലോഡായ വീഡിയോ പ്രോസസ്സിങ് ആകാത്ത പ്രശ്നം, അല്ലെങ്കിൽ ചെക്കിങ് കംപ്ലീറ്റ് ആകാത്ത സംഭവങ്ങൾ, പിന്നെ ചില സമയത്ത് ഡിസ്കഷൻ ആഡ് ചെയ്യാൻ പറ്റാത്തത്, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഇപ്പം തന്നെ ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഏൺ പേജ് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോനകത്ത് ഏൺ എന്ന് പറഞ്ഞ പേജ് നമുക്ക് ഓപ്പൺ ആയി കിട്ടുന്നില്ല. ഓക്കെ, ഇത് പുതിയതായിട്ടുള്ള യൂട്യൂബേഴ്സിനായാലും എത്ര വലിയ യൂട്യൂബേഴ്സ് ആയാലും ഇത് ശരിക്കും ഇതിൻ്റെ അകത്തൊരു നല്ലൊരു പണി ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പണി എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ചെയ്ത് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒരു ദിവസം നമ്മുടെ ചാനലിനകത്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മൾ അവകാശം നമുക്കൊരു ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ വിഷയങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ അപ്ലോഡ് ഫെയിൽഡ് എന്നാണ് ഓപ്ഷൻ കണ്ടതിന് ശേഷം നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ആക്കി പിന്നെ അപ്ലോഡ് ചെയ്ത് പിന്നെ ഫെയിൽഡ് കാണിച്ച് പിന്നെ ഡിലീറ്റ് ആക്കി പിന്നെ അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു സംഭവം ശരിയായി എന്ന് പറഞ്ഞാലും നമ്മുടെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് തീരെ വ്യൂ ഉണ്ടാവില്ല. 100% ഉറപ്പാണ്, തീരെ വ്യൂ ഉണ്ടാവില്ല ആ വീഡിയോ. പിന്നെ അവിടെ സ്റ്റക്കായി കിടക്കും. പിന്നെ ഒരു 1-2 ആഴ്ച നമ്മൾ കഷ്ടപ്പെട്ട് കിടന്ന് കളിച്ച് കഴിഞ്ഞാൽ മാത്രമേ ചിലപ്പം ചില ചാനലൊന്നും പറ്റാണ്ടായി പോകും, ചില ചാനൽ ചിലപ്പം കയറി വരും. ഇത് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്നുള്ള എററാണ്. അതായത് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന സംഭവമാണ്. ഒരാളുടെയോ അല്ലെങ്കിൽ ഒരാളുടെ ചാനലിൻ്റെയോ അല്ലെങ്കിൽ ഒരാളുടെ പ്രത്യേകമായിട്ടുള്ളൊരു പ്രശ്നമല്ല. അതുകൊണ്ട് നിങ്ങളൊരു 2 പ്രാവശ്യം ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ആകുന്നില്ലെങ്കിൽ നിങ്ങൾ അന്നത്തെ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്ത് ചെയ്യണം, അതിൻ്റെ പുറകെ കിടന്ന് കളിച്ചിട്ട് ചാനൽ ഫ്രീസ് ആക്കാൻ നിൽക്കരുത്. ഓക്കെ, ഇപ്പം ഇതേപോലെ തന്നെ ഫ്രീസ് ആയ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. കാരണം എനിക്കും അനുഭവമുണ്ട്. എനിക്ക് പണ്ടത്തെ കാലത്തൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത്, ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പ്രശ്നം വരുന്ന സമയത്ത് പ്രശ്നമുണ്ട്. പിന്നെ കൂടുതൽ ആൾക്കാർക്ക് ഈ ആഡ് സൗണ്ട് എന്നുള്ള ഓപ്ഷൻ എടുത്ത് കൊടുക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അല്ലാതെ ഓൺ വോയിസ് കൊടുത്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ യൂട്യൂബേഴ്സ് അല്ല, വലിയ 2-3 യൂട്യൂബേഴ്സ് എന്നെ വിളിച്ച് പറഞ്ഞു അവർക്ക് ആഡ് സൗണ്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് കൊടുത്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണ് വീഡിയോ അപ്ലോഡ് നിങ്ങൾ ഓൺ വോയിസ് കൊടുത്തൊരു വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുക. അങ്ങനെ അപ്ലോഡ് ഫെയിൽഡ് കാണിച്ചിട്ട് ഒരു രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഓൺ വോയിസ് കൊടുത്തിട്ടൊരു വീഡിയോ കൊടുത്ത് അപ്ലോഡ് ആക്കാൻ നോക്കുക, അത് അപ്ലോഡ് ആവും. ഓക്കെ, ഈ ആഡ് സൗണ്ടിനാണ് കൂടുതലായിട്ട് പ്രശ്നം വരുന്നത്. അപ്പം ഇതിൻ്റെ പുറകെ പോയിട്ട് വീഡിയോ ഡിലീറ്റ് ആക്കി നമ്മുടെ ചാനൽ ഫ്രീസ് ആക്കാൻ നിൽക്കരുത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അർജൻറ്റായിട്ടൊരു വീഡിയോ ചെയ്ത്. എന്തായാലും ഓക്കെ, അടുത്ത ദിവസം വീഡിയോ കാണാം.